എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റെഗുലർ വിഭാഗത്തിലേക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ, അതായത് മെയ് 25-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം, അപേക്ഷിക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ റെഗുലർ വിഭാഗത്തിലേക്കുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളത് സംബന്ധിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നാളെ മുതലാണ് ഈ ഒരു അപേക്ഷ ആരംഭിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ രാവിലെ തന്നെ ഈ ഒരു ലിങ്ക് ഓപ്പൺ ആവണമെന്നില്ല. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രമാത്രമാണ്. ഈ ഒരു വെബ്സൈറ്റ്, അതായത് poly.admission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2026-27 എന്നുള്ള ഈ ഒരു ലിങ്ക്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിപ്പോൾ ഒരു ഗ്രേ കളറാണ്. അപ്പോൾ ഈ ഒരു ലിങ്ക് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ തയ്യാറാക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഗ്രേ കളർ എന്നുള്ളത് ഇതേപോലെ നീല കളറായിട്ട് ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ലിങ്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ റെഗുലർ വിഭാഗത്തിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ലിങ്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഇത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് അക്ഷയയിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകളിലോ പോകാനായിട്ട് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദ്യാർത്ഥികൾ ചിലപ്പോൾ നാളെ രാവിലെ തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വന്നിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത്, രാവിലെ തന്നെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു പോളിടെക്നിക്കിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള poly.admission.org വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ റെഗുലർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു പോളിടെക്നിക്കിൻ്റെ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ SLC പരീക്ഷ ഈ ഒരു 2026 വർഷത്തിൽ ആദ്യമായിട്ട് പരീക്ഷ പാസ്സായിട്ട്, അതായത് നിലവിലിപ്പോൾ പാസ്സായിട്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ SSLC കഴിഞ്ഞതായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ +1 +2 പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നിലവിലിപ്പോൾ സാധാരണയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അറ്റ്ലീസ്റ്റ് ഒരു +2 എങ്കിലും യോഗ്യതയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോളിടെക്നിക്കിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പമുണ്ട് എന്നല്ല, സാധാരണത്തിൽ എല്ലാവർക്കും ഒരു +2 യോഗ്യതയെങ്കിലും മിനിമം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ +2 പഠിച്ചതിന് ശേഷം പിന്നീട് പോളിടെക്നിക്കിൽ പോകുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുകിൽ പോളിടെക്നിക്കിൽ പോയിട്ട് നിങ്ങൾക്ക് പോളിടെക്നിക്ക് പഠിക്കാം, അതല്ലെങ്കിൽ +1 +2 അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നേരെ +1 +2 പഠിച്ച ശേഷം പിന്നീട് പോളിടെക്നിക് കോളേജിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഒരു 10th യോഗ്യതയുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു പോളിടെക്നിക്കിൻ്റെ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞതോ അല്ലെങ്കിൽ +2 ജയിച്ചതോ അല്ലെങ്കിൽ +2 തോറ്റതോ അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് SLC പരീക്ഷ ഈ വർഷം പാസ്സായതോ, അതല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ SLC പാസ്സായതോ അല്ലെങ്കിൽ PG കഴിഞ്ഞതോ എന്നിങ്ങനെ നിങ്ങൾ ഈ ഒരു 10ാം ക്ലാസ്സോ അതിന് മുകളിലോട്ടുള്ള യോഗ്യത നേടിയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു 10th യോഗ്യത വെച്ച് ഈ ഒരു പോളിടെക്നിക്കിൻ്റെ റെഗുലർ വിഭാഗത്തിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ റെഗുലർ വിഭാഗത്തിൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ യോഗ്യത മാത്രമായിരിക്കും പരിഗണിക്കുക, മറ്റ് യോഗ്യതകളൊന്നും പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ അപേക്ഷിക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അപേക്ഷിക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ, ഒന്ന് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഈ വർഷം SLC പാസ്സായവരാണെങ്കിൽ മാർക്ക് ലിസ്റ്റാണ് കയ്യിലുണ്ടാവുക. മുൻ വർഷങ്ങളിൽ പാസ്സായവരാണെങ്കിൽ SSLCയുടെ മാർക്ക് ലിസ്റ്റിന് പകരം നിങ്ങൾക്ക് SLC സർട്ടിഫിക്കറ്റ് തന്നെ കയ്യിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് SLC മാർക്ക് ലിസ്റ്റോ SSLC സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് വിദ്യാർത്ഥികളുടെ ഒരു മൊബൈൽ നമ്പറാണ്. അതുപോലെ തന്നെ ഇമെയിൽ ID ആവശ്യമാണ്. ഈ ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ID നിങ്ങളുടെ, അതായത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കണം. കാരണം അതിലാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ എഡിറ്റിങ്ങോ മറ്റോ വരുത്തേണ്ടതായിട്ട് വരികയാണെങ്കിൽ OTPയും കാര്യങ്ങളൊക്കെ വരുന്നത് അതിലായിരിക്കും. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ID മാത്രം നൽകാൻ ശ്രദ്ധിക്കുക. അതുപോലെ മൊബൈൽ നമ്പറും ഇമെയിൽ ID ഒന്നും തിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നൽകുന്ന സമയത്ത് തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്ക് കട്ടായി പോകുന്നതായിട്ടുള്ള പോലുള്ള മൊബൈൽ നമ്പറൊന്നും നൽകാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് വേണ്ടത്, നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. SC ST OEC വിഭാഗം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പകരം അവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ള ആ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. അതുപോലെ തന്നെ EWS വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ SC BC OBC വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്
ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ജനിച്ച പ്ലേസ് കേരളത്തിലുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം SLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. എന്നാൽ അതില്ലാത്ത വിദ്യാർത്ഥികൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ജവാന്മാരുടെ മക്കൾ അതുപോലുള്ളവർക്ക് അതിനനുസരിച്ചുള്ള റിസർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ NCC SPC അതുപോലെ വിഭാഗത്തിലുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട റിസർവേഷൻസ് ഉണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ NCC അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് റിസർവേഷൻ സ്പോർട്സ് ആണോ അല്ലെങ്കിൽ NCC ആണോ അതുപോലെ തന്നെ ഉള്ള ഏത് വിഭാഗത്തിലാണ് റിസർവേഷൻ ഉള്ളത്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കൗൺസിലുകൾ അല്ലെങ്കിൽ അസോസിയേഷനിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ റിസർവേഷനിൽ അതുപോലെ അപേക്ഷയിൽ ആ ഒരു ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുകയും അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഈ ഒരു കൗൺസിലിൻ്റെ ആ ഒരു ഓഫീസിൽ അങ്ങനെ അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ പ്രോസ്പെക്ടസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കും. അപ്പോൾ പ്രോസ്പെക്ടസിൽ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ അത് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി വേറെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് റിസർവേഷൻസോ മറ്റോ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻസിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അതുപോലെ തന്നെ അപേക്ഷാ ഫീസായിട്ടുള്ള 200 രൂപയും ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുന്നതിനായിട്ട്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇനി എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെയാണ് കാണാൻ പറ്റുക. അതിൽ റെഗുലർ വിഭാഗത്തിൻ്റെ ലിങ്ക് നിലവിൽ ആക്റ്റീവായിട്ടില്ല. ഈ ഒരു ഗ്രേ കളറിലുള്ള ആ ഒരു ലിങ്ക് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നീല കളറിൽ, അതായത് ഇതേപോലെ ഒരു നീല കളറായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഇതേപോലെ നീല കളർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് വരികയും ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള ഏത് കോളേജും, അതായത് ഏത് പോളിടെക്നിക് കോളേജും, കേരളത്തിലെ ഏത് പോളിടെക്നിക് കോളേജും അതുപോലെ തന്നെ ഏത് കോഴ്സുകൾ, അതായത് സാധാരണ പോളിടെക്നിക് കോളേജിൽ കോഴ്സുകൾക്ക് ബ്രാഞ്ചുകൾ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഏത് ബ്രാഞ്ചിലേക്കും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പോളിടെക്നിക് കോളേജിൽ സാധാരണത്തിൽ ഓട്ടോമൊബൈൽ കോഴ്സിന് സാധാരണ ജോലി സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അപ്പോൾ ആ ഒരു അതായത് ഗൃഹോപകരണങ്ങളൊക്കെ നന്നാക്കുന്ന, അതായത് ശരിയാക്കുന്ന ഒരു കോഴ്സാണ് ഈ ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നുള്ള ആ ഒരു കോഴ്സ് ആണ്, ആ ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സുകളെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേജിലെ ഡൗൺലോഡ്സ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള പോളിടെക്നിക് കോളേജുകളിൽ ഏതൊക്കെ കോഴ്സുകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ഇൻസ്ട്രുമെൻ്റൽ എഞ്ചിനീയറിംഗ് ഒക്കെ എവിടെയാണുള്ളതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഒരു തിരുവനന്തപുരം ഗവൺമെൻറ് വുമൺസ് പോളിടെക്നിക് കോളേജിലൊക്കെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളിലുണ്ട് എന്നുള്ളത് ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ട്, ഡൗൺലോഡ്സിലെ ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് നോക്കുക. ഓരോ കോളേജിലെ ഓരോ കോഴ്സിലും 60 വീതം സീറ്റാണ് ഉണ്ടാവുക. ഓരോ കോളേജിലും ചില കോഴ്സുകൾ ഉണ്ടാവും, ചില കോഴ്സുകൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏത് കോളേജും കോഴ്സും നിങ്ങൾക്ക് ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ഇവിടെ ഈ ഒരു പേജിൽ വൺ ടൈം രജിസ്ട്രേഷൻ, അതായത് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് ഇവിടെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പിന്നീട് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പേയ്മെൻറ്റ് പേജിലേക്ക് പോകാവുന്നതും പിന്നീട് പേയ്മെൻറ്റ് പേജിൽ പോയിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ചെക്ക് ഓർ റിട്രൈ പേയ്മെൻറ്റ് ലിങ്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷനിലെ റിട്രൈ പേയ്മെൻറ്റ് ലിങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, അതായത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറും മൊബൈൽ നമ്പറും, രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അപ്പോൾ ആ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും നിങ്ങളുടെ മൊബൈൽ നമ്പറും കറക്റ്റായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് പേജിലേക്ക് പോകാവുന്നതും ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഒന്നുകൂടി പേയ്മെൻറ്റ്, അതായത് പേയ്മെൻറ്റ് എഴുതാണ് ചെയ്ത് അത് പേയ്മെൻറ്റ് പോകാത്ത വിദ്യാർത്ഥികളാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക്, അതായത് റിട്രൈ അല്ലെങ്കിൽ അതായത് ഈ റിട്രൈ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ചെക്ക് പേയ്മെൻറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ആയിട്ടില്ലെങ്കിൽ അവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളതാണ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഗിൻ്റെ അവിടെ തന്നെയായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഒരു മറ്റൊരു ലിങ്ക് കൂടി അവിടെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറോ അതുപോലെ തന്നെ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറോ അതല്ലെങ്കിൽ
നിങ്ങൾക്ക് ഈ ഒരു 2 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് അതായത് ആദ്യം യൂസർ നെയിം എന്ന് പറഞ്ഞാൽ അതിൽ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറോ ആണ്. അതുപോലെ പാസ്വേഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ OTP ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് OTP നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ആ ഒരു പേജിലേക്ക് പോകുന്നതും അവിടെ നിന്നും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അതായത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതുപോലെ നിങ്ങളുടെ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കൽ ഇങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതും അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആദ്യം അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജ് കോഴ്സുകളായിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകളൊക്കെ ഉൾപ്പെടുത്തിയ ശേഷം നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ബാക്കി സ്റ്റെപ്പ് കൂടി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇടും. ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കൈവശം എടുത്ത് സൂക്ഷിച്ച് വെക്കുക. കാരണം ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷന് പോകുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപേക്ഷ നൽകുന്ന സമയത്ത് അപേക്ഷയിൽ യാതൊരുവിധ തെറ്റുകളൊന്നും വരുത്താൻ പാടില്ല. തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിലാണ് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുക. വൺ ടൈം രജിസ്ട്രേഷൻ ടൈമിൽ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ തെറ്റിക്കരുത്, കറക്റ്റായിട്ട് തന്നെ നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റാണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെൻറ്റും ഒരുമിച്ചാണ് വരിക. അപ്പോൾ ഈ ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റും ഒരുമിച്ചാണ് വരുന്നത്. അതിനാൽ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റുകളോ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ വല്ല എഡിറ്റുകളോ വരുത്തണമെങ്കിൽ അത് നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. അപ്പോൾ ഇത് ഒരു തവണ മാത്രം ചെയ്യാൻ പറ്റുന്ന സൗകര്യമാണ്. അതായത് നിങ്ങൾക്ക് ഒരു തവണ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയ ശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്ത ശേഷം പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റിൽ വീണ്ടും ഒന്നുകൂടി നിങ്ങൾക്ക് അതായത് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ തന്നെ രണ്ടാമത് നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിദ്യാർത്ഥികൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ടൈമിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഫൈനൽ അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷം പിന്നീട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഒരുമിച്ചാണ് വരിക. അപ്പോൾ ഈ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പാസ്വേഡും അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാവുന്നതും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ പ്രിൻ്റ് എടുത്ത ശേഷം ആ ഒരു ഏകദേശം ഒരു 2 ദിവസത്തോളമാണ് അഡ്മിഷനായിട്ട് സാധാരണ ഇതിൽ അനുവദിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക് പോയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ പോളിടെക്നിക് കോളേജിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ എടുക്കാവുന്നതാണ്. സാധാരണത്തിൽ ടെമ്പററി അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ അതിന് റിപ്പോർട്ടിംഗ് എന്നാണ് സാധാരണത്തിൽ പോളിടെക്നിക് കോളേജിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ റിപ്പോർട്ടിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നേരിട്ട് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസും വേണ്ട എന്നുള്ളവർക്ക് അവിടെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഹയർ ഓപ്ഷൻസ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അത് നിലനിർത്താം. സാധാരണത്തിൽ പോളിടെക്നിക്കിൻ്റെതിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഹയർ ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് അത് ക്യാൻസൽ ചെയ്യാറുണ്ട്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഇനി നിങ്ങൾ റിപ്പോർട്ടിംഗ് ആണ് ചെയ്യുന്നത്. റിപ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏതെങ്കിലും ദൂരെയുള്ള പോളിടെക്നിക് കോളേജിലൊക്കെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ ടെമ്പററി അഡ്മിഷനായിട്ട് രേഖപ്പെടുത്തും. ഇങ്ങനെ ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ കോളേജൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. വേറെ കോളേജ് കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതുതായിട്ട് കിട്ടിയ കോളേജിൽ പോയിട്ട് നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമുള്ള ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതുതായിട്ട് കിട്ടിയുള്ള കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതുവരെ ടെമ്പററി അഡ്മിഷൻ ഉള്ള വിദ്യാർത്ഥികളായിരുന്നാലും പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് മാറ്റം കിട്ടിയ വിദ്യാർത്ഥികളായിരുന്നാലും നിർബന്ധമായിട്ടും പോയിട്ട് ആ ഒരു പുതുതായിട്ട് കിട്ടിയ കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം പിന്നീട് നടക്കുന്ന അലോട്ട്മെൻറ്റാണ് സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ. സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൽ ആദ്യത്തെ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്ന അലോട്ട്മെൻറ്റാണ്. നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്ന അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു പോളിടെക്നിക് കോളേജ് ആയിരിക്കും നോഡൽ പോളിടെക്നിക് കോളേജ്. അതായത് ആ ഒരു ജില്ലയിലെ എല്ലാ പോളിടെക്നിക് കോളേജിൻ്റെയും ഹയർ പോളിടെക്നിക് കോളേജാണ് നോഡൽ പോളിടെക്നിക് കോളേജ്. അപ്പോൾ ഈ ഒരു കോളേജിൽ വെച്ച് എല്ലാ പോളിടെക്നിക് കോളേജിലെ ഒഴിവുകളിലേക്കുമുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടും. സ്പോട്ട് അലോട്ട്മെൻറ്റിന് നിങ്ങൾ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഓൾറെഡി പോളിടെക്നിക്കിൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം. അതിനായിട്ട് ഇവിടെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ലിങ്ക് വരും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓരോ ജില്ലയിലേക്കും അപ്ലൈ ചെയ്യുന്നവർ ഓരോ ജില്ല സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതായത് രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നവർ ഒന്നിലധികം ജില്ല സെലക്ട് ചെയ്ത് ഇതേ സ്റ്റെപ്പ് കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒന്നിലധികം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്ത് കൗൺസിലിംഗ്
കൗൺസിലിംഗിൽ പങ്കെടുക്കാവുന്നതും അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അഡ്മിഷൻ നേടുകയാണെങ്കിൽ അതായത് ആ നോഡൽ പോളിടെക്നിക് കോളേജിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസും ഫീസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അഡ്മിഷൻ നേടാവുന്നതാണ്. നോഡൽ പോളിടെക്നിക് കോളേജിലേക്കുള്ള അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് നടക്കുന്ന അലോട്ട്മെൻറ്റാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റ്. അതിനും നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ലിങ്ക് വഴി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്ന അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അതുവരെ കോളേജുകളിൽ പെർമനന്റ് അഡ്മിഷൻ നേടിയവർക്കും ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് കോളേജ് കോഴ്സുകൾ മാറാനുള്ള അവസരമുണ്ടാകും. അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ പോളിടെക്നിക് കോളേജ് അലോട്ട്മെൻറ്റിൽ അതുവരെ അപേക്ഷിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാനും പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അഡ്മിഷൻ നേടാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ പോളിടെക്നിക് കോളേജിലെയും സീറ്റ് ഫില്ല് ചെയ്യപ്പെടുന്നതുവരെ ഈ ഒരു രീതിയിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടും. ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്പോട്ട് അലോട്ട്മെൻറ്റിലും കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ കോളേജിലെയും സീറ്റ് ഫില്ല് ചെയ്യപ്പെടുന്നതുവരെ ഈ ഒരു രീതിയിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോളിടെക്നിക് കോളേജിൽ ഗവൺമെൻറ് കോളേജ് മാത്രമല്ല ഉള്ളത്, എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിൽ ഫീസ് വരുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് വരുന്നത് ഏകദേശം ഒരു 10,000 രൂപക്കുള്ളിൽ, അതായത് നിങ്ങളുടെ യൂണിഫോം ബുക്ക്, ഹോസ്റ്റലല്ല യൂണിഫോം ബുക്ക് അതുപോലെ തന്നെ കോളേജ് ഫീസ് ഇതൊക്കെ കൂടിയിട്ട് ടോട്ടലായിട്ട് ഒരു 10,000 രൂപക്ക് അടുത്ത് വരും. ഇനി നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസോ അല്ലെങ്കിൽ IHRD അതുപോലുള്ള പ്രൈവറ്റ് കോളേജ് ഈ ഒരു പോളിടെക്നിക് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു മാസം ഒരു 32,000 അല്ലെങ്കിൽ ഒരു 40,000 രൂപക്ക് അടുത്തൊക്കെ, മാസമല്ല ഈ ഒരു വർഷത്തിൽ ടോട്ടലായിട്ട് നിങ്ങൾക്ക് വാർഷിക ഫീസോ അല്ലെങ്കിൽ വാർഷിക ഫീസല്ല ടോട്ടലായിട്ടുള്ള ഫീസാണെന്ന് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഫീസ് വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫീസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫീസ് വരുന്നത് അതായത് ഇതേപോലെയാണ് ഫീസ് വരിക. അപ്പോൾ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്കാകെ ഒരു 10,000 രൂപക്കുള്ളിൽ മാത്രമേ ആകെ ആയിട്ട് ഫീസ് വരത്തുള്ളൂ. അപ്പോൾ സെമസ്റ്റർ ഫീസാണ് വരിക. അപ്പോൾ ഈ രീതിയിൽ സെമസ്റ്റർ എന്ന് പറയുമ്പോൾ 6 മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന പരീക്ഷയാണ്. അപ്പോൾ സെമസ്റ്റർ ഫീസ് എന്ന് പറയുമ്പോൾ ട്യൂഷൻ ഫീസ് 1015 രൂപ പെർ സെമസ്റ്റർ ആണ്. അതുപോലെ 955 രൂപ പെർ ഇയർ ആണ്. അതുപോലെ തന്നെ 620 പെർ ഇയർ ആണ് സ്പെഷ്യൽ ഫീസ്. അതുപോലെ തന്നെ 350 പെർ ഇയർ ആണ് സ്റ്റുഡൻറ്റ് അമ്യൂണിറ്റി ഫീസ്. അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ് 1000 രൂപയാണ്. അങ്ങനെ ടോട്ടലായിട്ട് നിങ്ങളുടെ യൂണിഫോം ഉൾപ്പെടെ ഏകദേശം ഒരു 10,000 രൂപക്കുള്ളിൽ മാത്രമാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും വരത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് IHRD കോളേജൊക്കെയാണ്, അതുപോലെ തന്നെ ക്യാപ്പ് കോളേജ് ആണെങ്കിൽ IHRD കോളേജ് ആണെങ്കിൽ ഏകദേശം 12,100 പെർ സെമസ്റ്റർ ഫീസാണ് ഇയറല്ല പെർ സെമസ്റ്റർ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്യൂഷൻ ഫീസ്, അതായത് ക്യാപ്പ് കോളേജ് ആണെങ്കിൽ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ക്യാപ്പ് കോളേജ് ആണെങ്കിൽ 9,000 രൂപ പെർ സെമസ്റ്റർ. അതുപോലെ തന്നെ വേറെ കുറേ സ്പെഷ്യൽ ഫീസ് അതുപോലുള്ള ഫീസൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റ് മാനേജ്മെൻറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിലെ ഗവൺമെൻറ് ആൻഡ് മാനേജ്മെൻറ്റ് സീറ്റിൽ വരുന്ന ഫീസാണ്. ഗവൺമെൻറ് കോട്ട സീറ്റാണെങ്കിൽ 22,500 രൂപയാണ് അതായത് പെർ ഇയർ ഫീസ് വരുന്നത്. മാനേജ്മെൻറ്റ് അതായത് സെൽഫ് ഫിനാൻസിങ് പോളിടെക്നിക് കോളേജിൽ അവിടുത്തെ മാനേജ്മെൻറ്റ് സീറ്റിൽ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുന്നതാണെങ്കിൽ 37,500 രൂപയാണ് പെർ ഇയർ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ പെർമനൻറ്റ് രജിസ്ട്രേഷൻ ഫീ, അതുപോലെ തന്നെ വേറെ കുറേ സ്പെഷ്യൽ ഫീസ് അതുപോലുള്ള ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കോളേജ് കോഴ്സുകളിൽ ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.